ഇപ്പോൾ സമയം 10:30. ഇന്ന് 5 ഡിഗ്രിയാണ് തണുപ്പ്. ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് എൻ്റെ ബെർലിനിലെ മിറ്റെ 2 എന്ന് പറയുന്ന ഹബ്ബിലേക്കാണ്. നമ്മുടെ വീഡിയോ കണ്ടിട്ട് എനിക്ക് ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട്. ജർമ്മനിയിലെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയെ കുറിച്ചാണ് കൂടുതൽ ആൾക്കാർക്ക് അറിയേണ്ടത്. അത് പഠിച്ചു കഴിഞ്ഞാൽ ബെനിഫിറ്റ് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെയാണ്. ഇപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയുവാണെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിങ്ങൾ കഴിയുന്നതും പബ്ലിക് യൂണിവേഴ്സിറ്റി തന്നെ സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി നല്ല ഫീസാണ്. നമ്മൾ ബ്ലോക്ക്ഡ് എമൗണ്ട്, നമ്മൾ ഫിനാൻഷ്യലി നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും നമ്മളിപ്പോൾ ഒരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യുവാണ്. പിന്നെ ഇപ്പോഴത്തെ ജോബ് മാർക്കറ്റ് ആണെങ്കിലും കുറവാണ്. പാർട്ട് ടൈം കിട്ടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. സോ നമ്മളൊരു പബ്ലിക് യൂണിവേഴ്സിറ്റിയിലാണ് വരുന്നതെങ്കിൽ നമുക്ക് കുറച്ച് ടെൻഷൻ ഫ്രീ ആണ്. പഠിക്കാനുണ്ട് എങ്കിൽ പോലും നമുക്ക് ഫീസോ അങ്ങനെ കാര്യങ്ങളൊന്നും അടയ്ക്കേണ്ടി വരത്തില്ല. ചെറിയൊരു സെമസ്റ്റർ ഫീസ് മാത്രം അടച്ചാൽ മതി. അപ്പോൾ കഴിയുന്നതും പബ്ലിക് യൂണിവേഴ്സിറ്റി തന്നെ സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു സ്കൂളിൽ ടീച്ചേഴ്സ് കുട്ടികളെയും കൊണ്ട് പുറത്തേക്ക് പോകുന്നതാണ്. ഇതിവിടെ കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇതേപോലെ പുറത്തേക്ക് കുട്ടികളെയും കൊണ്ട് പോകുമ്പോൾ ബേസിക് ആയിട്ടുള്ള എല്ലാ ഇൻഫോർമേഷൻസും ടീച്ചേഴ്സ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കും. പ്രത്യേകിച്ച് ട്രാഫിക് റൂൾസും അങ്ങനെ എല്ലാ കാര്യങ്ങളും. റെയിൽവേ സ്റ്റേഷൻ്റെ പൊക്കത്താണ് നമ്മുടെ ഹബ്ബ്. തൊട്ടടുത്തായതുകൊണ്ട് കുറച്ച് എളുപ്പമാണ് കാര്യങ്ങളൊക്കെ, പെട്ടെന്ന് പോകാനും വരുവാനൊക്കെ. ഇതാണ് എൻ്റെ ഒരു ഹബ്ബ്, ബെർലിൻ മിറ്റെ 2. ഈ ഹബ്ബ് ലൊക്കേറ്റ് ചെയ്യുന്നത് ബെർലിനിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു പ്രൈം ലൊക്കേഷനിലാണ്. അങ്ങനെ ഇന്നത്തെ ഹബ് ഷിഫ്റ്റ് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോവുകയാണ്. ഇപ്പോൾ സമയം 8:30 മണിയായി. ഈ റെയിൽവേ സ്റ്റേഷൻ ഒരു പ്രത്യേകതയുണ്ട്. പണ്ട് ബെർലിൻ വാൾ ഉണ്ടായിരുന്ന സമയത്ത് സോവിയറ്റ് യൂണിയൻ്റെ ചെക്ക് പോയിന്റ് കൂടെയായിരുന്നു ഈ റെയിൽവേ സ്റ്റേഷൻ. ഇപ്പോൾ ഈ റെയിൽവേ സ്റ്റേഷൻ ഒരു മിനി മ്യൂസിയം കൂടെയാണ്. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ എത്തി. നമുക്ക് പോകേണ്ട ട്രെയിൻ 24 മിനിറ്റ് ഡിലേ ആണ്. ഈ പോകുന്നതാണ് ബെർലിനിലെ എസ് ബാൻ, ഇവിടുത്തെ ലോക്കൽ ട്രെയിൻ എന്ന് വേണേൽ പറയാം. അങ്ങനെ നമ്മൾ ബെർലിൻ സ്പാൻഡോയിലെത്തി. ഇവിടെ നിന്ന് ഇനി ഒരു ബസ് കൂടെയും പിടിക്കണം നമുക്ക് വീട്ടിലേക്ക് പോകാൻ. അങ്ങനെ ഇന്നത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞ് റൂമിലേക്ക് കയറുകയാണ്. നാളെ മറ്റൊരു ഹബ്ബിലേക്ക് സെയിം റൊട്ടീൻ പതിവ് പോലെ.